السلام عليكم ورحمة الله أيها الأصدقاء مرحبا بكم إلى حلقة جديدة من دروسنا اللغة العربية. درسنا في الحلقة الماضية قصة من حياة عمر بن الخطاب رضي الله عنه. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിൽ നിന്നുള്ള ഒരു ചരിത്ര കഥയാണ് നമ്മൾ പഠിച്ചിരുന്നത്. ആ പാഠഭാഗത്തിൽ നിന്ന് ഒന്ന് രണ്ട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നു. അതിൽ ഒന്നാമത്തെ ഒരു പ്രവർത്തനം 46-ാമത്തെ പേജിൽ കൊടുത്ത നുലാഹിലുൽ കലിമത്തുൽ മുസത്തറ വനഖ്താറുൽ ജുമലൽ മുമാസില മിനൻ നസ്, അടിവരയിട്ട പദം ശ്രദ്ധിക്കുകയും സമാനമായ പദം പാഠഭാഗത്തിൽ നിന്ന് കണ്ടെത്താനുമായിരുന്നു. അതിൽ കൊടുത്തിരിക്കുന്നത് ഖറജ്ന മാ അമീരുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ്റെ കൂടെ ഞങ്ങൾ പുറപ്പെട്ടു. അടിവരയിട്ടിരിക്കുന്നത് ഖറജ്ന എന്ന പദത്തിനാണ്. സമാനമായ പദം പാഠത്തിൽ നിന്ന് കണ്ടെത്താനാണ്. കണ്ടെത്തിയല്ലോ. ഏതൊക്കെ പദങ്ങളാണ് കണ്ടത്? ഒന്ന് ഖറജ്ന എന്ന് തന്നെ, മറ്റൊന്നോ കുന്ന എന്നത്, പിന്നെ അസ്റഅന, ദനൗന, അങ്ങനെ കുറേ പദങ്ങളുണ്ട്. ആ പദങ്ങളൊക്കെ നിങ്ങളെ നോട്ട് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്കിന്ന് ആ പദങ്ങളെക്കുറിച്ച് ചെറിയൊരു വിശദീകരണമാണ് ഈ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്. ഖറജ്ന നമ്മൾ പഠിച്ചതാണ്. ഖറജ എന്നതിൻ്റെ മറ്റൊരു രൂപമാണ് ഖറജ്ന. ഖറജ എന്നത് മാളിയായ ഫെയിലാണ്, അഥവാ കഴിഞ്ഞകാല ക്രിയയാണ്. അതിൻ്റെ 14 രൂപങ്ങൾ, ഖറജ, ഖറജ, ഖറജു എന്ന് തുടങ്ങുന്ന 14 രൂപങ്ങളെക്കുറിച്ച് താഴെ ക്ലാസ്സിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇന്ന് അതിൻ്റെ അവസാന രൂപമായ ഖറജ്ന, ജംഅ് മുത്തക്കല്ലിം, ഫസ്റ്റ് പേഴ്സൺ ജംഅ് മുത്തക്കല്ലിം അതാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഏകവചനം വഹദാൻ മുത്തക്കല്ലിം, ഖറജുത്തു, ഖറജുത്തു, ഖറജ്ന. ഈ രണ്ട് സീഗകളെക്കുറിച്ചുള്ള ചെറിയൊരു പരിശീലനമാണ് ഇവിടെ ഈ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്. ഒരു ചാർട്ട് കൊടുക്കുന്നുണ്ട്. ആ ചാർട്ടൊന്ന് ശ്രദ്ധിക്കുക. അതിലെ ചില ഭാഗങ്ങൾ പൂരിപ്പിച്ചിട്ടുണ്ട്, ചില ഭാഗങ്ങൾ വിട്ടുകളഞ്ഞിട്ടുണ്ട്. കൂട്ടുകാർ ആ വിട്ട ഭാഗങ്ങൾ പൂരിപ്പിക്കുക. നമുക്ക് ആ ചാർട്ട് ഒന്ന് ശ്രദ്ധിക്കാം. ജലസ, പിന്നെ കൊടുക്കുന്നത് ജലസ്ന എന്നാണ്, ജലസ്ന. അതുപോലെ തന്നെ രണ്ടാമത്തെ കോളത്തിൽ കൊടുക്കുന്നത് ഖറഅ്തു, അതുപോലെ ഫതഹ, ലഅബ്ന. ഇവിടെ ആ വിട്ട കോളങ്ങൾ ഭാഗങ്ങൾ പൂരിപ്പിക്കുക. ജലസ എന്നതിൻ്റെ ജലസ്തു, ജലസ്ന. ഖറഅ്തു അതിൻ്റെ മാളിയ രൂപം എങ്ങനെ? അതിൻ്റെ ഖറഅ, പിന്നെയോ ഖറഅ്ന. അതുപോലെ മറ്റൊന്ന് ഒരു പാരഗ്രാഫ് കൊടുക്കുന്നുണ്ട്. ഒന്ന് വായിക്കാം നമുക്ക് ആ പാരഗ്രാഫ് ഒന്ന്. ദഹബ്തു ഇലൽ മദ്രസത്തി സ്വബാഹൻ, റകീബ്തുൽ ഹാഫില, വസൽത്തുൽ മദ്രസത ഖബൽ മൗഇദ്, ദഖൽതു സഫ വഖുംതു ബിവാജിബാതി. അത് മാതൃക അനുസരിച്ച് നമ്മളൊരു ഇത് കൊടുക്കുന്നുണ്ട്. അതിനെ ജംഅ് മുത്തക്കല്ലിമാക്കി മാറ്റണം. ദഹബ്ന ഇലൽ മദ്രസത്തി സ്വബാഹൻ, റകിബ്തു, പിന്നെന്താവും റകിബ്ന അൽ ഹാഫില. അങ്ങനെ ബാക്കിയുള്ളതും കൂടി പൂരിപ്പിക്കുക. അടുത്ത പ്രവർത്തനം ശ്രദ്ധിക്കാം. പേജ് നമ്പർ 47. നുഅയ്ദു മുദക്കിറത്തൻ അൻ ഔസാഫി അബിൽ വതൻ ബി മുസാദത്തി സുത്തൂറി താലിയ വൻ നിഖാത്ത്. നുഅയ്ദു മുദക്കിറ, ഒരു കുറിപ്പ് തയ്യാറാക്കുക. അൻ ഔസാഫി അബിൽ വതൻ, രാഷ്ട്രപിതാവിൻ്റെ സ്വഭാവ ഗുണങ്ങളെക്കുറിച്ച്. ബി മുസാദത്തി സുത്തൂറി താലിയ, താഴെ കൊടുത്ത പദ്യങ്ങളുടെ സഹായത്താൽ. വൻ നിഖാത്ത്, അതുപോലെ തന്നെ സൂചകങ്ങൾ, പോയിൻ്റുകൾ. താഴെ കൊടുത്ത പോയിൻ്റുകളും പദ്യവും ഉപയോഗപ്പെടുത്തി അവയുടെ സഹായത്താൽ രാഷ്ട്രപിതാവായ ഗാന്ധിജിയെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ്. ആ പദ്യം ഒന്ന് വായിക്കാം നമുക്ക്. സലാമുൻ ഹാലി ബഷാത്തി സലാമുൻ ഗാസിൽ അൽ ബുർദി
ലഖദ് അല്ലമ ബിൽ ഹഖി വബിസ്സബ്രി വബിൽ ഖസ്ദി വജാ അൽ അൻഫുസൽ മർള ഫദാവാഹ മിനൽ ഹിഖ്ദി ദാൽ ഹിന്ദൂസ വൽ ഇസ്ലാം ലിൽ ഉൽഫത്തി വൽ വുദ്ദി സലാമുൻ ഹാലി ബഷാത്തി. എന്താ സലാം? സമാധാനം, അല്ല അഭിവാദ്യം. സലാം എന്നർത്ഥം. സലാമുൻ അഭിവാദ്യം ആർക്ക്? ഹാലി ബഷാത്തി ആടിനെ കറക്കുന്നവന്. ഷാത്ത് ആട്, ഹലബ എന്ന് പറഞ്ഞാൽ കറന്നെടുത്തു എന്നാ. സലാമുൻ അതുപോലെ അഭിവാദ്യമാർക്ക് ഗാസിൽ അൽ ബുർദി പുതപ്പ് നെയ്യുന്നവർ. ഗാന്ധിജി വളരെ ലളിത ജീവിതം നയിച്ച ഒരു മഹാനായിരുന്നു. അദ്ദേഹം ആടിനെ കറന്നിരുന്നു, അതുപോലെ തന്നെ തുണികൾ നെയ്തിരുന്നു. അപ്പോൾ ആ രണ്ട് വിശേഷ ഗുണങ്ങൾ, സ്വഭാവ ഗുണങ്ങൾ വെച്ചുകൊണ്ട് അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യാണ്. സലാമുൻ ഹാലി ബഷാത്തി സലാമുൻ ഗാസിൽ അൽ ബുർദി ലഖദ് അല്ലമ. അല്ലമ എന്ന് പറഞ്ഞാൽ പഠിപ്പിച്ചു. ലഖദ് അല്ലമ ബിൽ ഹഖി സത്യം എന്താണെന്ന് താങ്കൾ ആളുകളെ പഠിപ്പിച്ചു. വബിസ് സ്വബിരി ക്ഷമയും, വബിൽ ഖസ്ദ് മിതത്വവും. സത്യം, ക്ഷമ, മിതത്വം ഇത് താങ്കൾ ആളുകളെ പഠിപ്പിച്ചു. അതുപോലെ വജാ അൽ അൻഫുസൽ മർള, മരീലും ജമാണ് മർള, രോഗാതുരമായ മനസ്സുകളുടെ അടുക്കൽ താങ്കൾ ചെന്നു. ജാ എന്ന് പറഞ്ഞാൽ വന്നു എന്ന, ചെന്നു. വജാ അൽ അൻഫുസൽ മർള രോഗാതുരമായ മനസ്സുകളെ താങ്കൾ സമീപിക്കുകയും ഫദാവാഹ ആ മനസ്സുകളെ താങ്കൾ ചികിത്സിച്ചു. ആലജ എന്ന, ദാവ എന്ന് പറഞ്ഞാൽ ആലജ ചികിത്സിച്ചു. എന്തിൽ നിന്ന്? എന്തിനാ ചികിത്സ? മിനൽ ഹഖ്ദി വിദ്വേഷം. അപ്പം മനുഷ്യ മനസ്സുകളിൽ ഉണ്ടായിരുന്ന വിദ്വേഷം, ആ വിദ്വേഷങ്ങളെ താങ്കൾ ചികിത്സിച്ച് സുഖപ്പെടുത്തിയെന്നാണ്. അതുപോലെ ദാൽ ഹിന്ദൂസ വൽ ഇസ്ലാമ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും താങ്കൾ ക്ഷണിച്ചു. ലിൽ ഉൽഫത്തി വൽ വുദ്ദി സ്നേഹത്തിലേക്കും ഐക്യത്തിലേക്കും. സ്നേഹത്തിലേക്കും ഐക്യത്തിലേക്കും ഒരുമയിലേക്കും താങ്കൾ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ക്ഷണിച്ചു. അവർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കി, ഐക്യമുണ്ടാക്കി. ഇതാണ് ഗാന്ധിജിയെക്കുറിച്ചുള്ള ഈ 4 വരി പദ്യത്തിൻ്റെ ആശയം. കൊടുത്തിരിക്കുന്ന നിഖാത്തുകൾ: അൽ ഇസ്തിഗ്നാഉ അനിൽ അജാനിബ് വിദേശികളിൽ നിന്നുള്ള സ്വയം പര്യാപ്തത. അൽ ഇസ്തിഗ്നാഉ അനിൽ അജാനിബ് സ്വയം പര്യാപ്തത. തൻമിയത്തുൽ ഖുറാ ഗ്രാമ വികസനം. മൂന്നാമത്തേത് അത്തൗഇയത്തു അൻ ഹുഖൂഖിൽ മങ്കൂബീൻ ദുരിതമനുഭവിക്കുന്നവരുടെ അവകാശത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം. ഈ കാര്യങ്ങളെല്ലാം കൂടി ഉൾപ്പെടുത്തി ഗാന്ധിജിയെക്കുറിച്ച് ചെറിയ ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, എഴുതി തുടങ്ങുമ്പോൾ ആദ്യം ആരാണ് ഗാന്ധിജി, ആരാണ് മഹാത്മാഗാന്ധി? മഹാത്മാഗാന്ധി ഹുവ അബുൽ വത്തൻ. മഹാത്മാഗാന്ധി ഹുവ അബുൽ വത്തൻ. പിന്നെയോ എന്താണ് അദ്ദേഹം? ആരായിരുന്നു? കാന സഈമൻ, അല്ലേ? കാന സഈമൻ നേതാവായിരുന്നു. വഖായിദൻ മുന്നണി പോരാളിയായിരുന്നു. എന്തിൻ്റെ? ഫി ഹർക്കത്തി ഇസ്തിഖ്ലാൽ ഹിന്ദ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ. അപ്പോൾ ഒന്ന് മഹാത്മാഗാന്ധി ഹുവ അബുൽ വത്തൻ, കാന സഈമൻ വഖായിദൻ ഫി ഹർക്കത്തി ഇസ്തിഖ്ലാലിൽ ഹിന്ദ്. പിന്നെയോ പിന്നെ എന്തൊക്കെയാണ് കൊടുക്കുന്നത്? കാന മുത്തവാദിയാണ്, അല്ലേ? വിനയാന്വിതനായിരുന്നു, ലളിത ജീവിതമായിരുന്നു അദ്ദേഹം നയിച്ചു. കാന മുത്തവാദിയും. കാന യഹ്ലിബു ഷാത്ത് വ യഗ്സിലുൽ ബുർദ്. കാന യഹ്ലിബു ഷാത്ത് വ യഗ്സിലുൽ ബുർദ്. ആടിനെ കറക്കാറുണ്ടായിരുന്നു, വസ്ത്രങ്ങൾ നെയ്യാറുണ്ടായിരുന്നു. പിന്നെയോ അമില ലി തൻമിയത്തിൽ ഖുറാ. അമില ലി തെൻമിയത്തിൽ ഖുറ ഗ്രാമീണ വികസനത്തിന് വേണ്ടിയാണ് അദ്ദേഹം ശ്രമിച്ചു. അമില ലി തെൻമിയത്തിൽ ഖുറ. പിന്നെയോ വക്കാന മുത്തസാമിഹൻ വളരെ വിട്ടുവീഴ്ച ചെയ്യുന്ന ആളായിരുന്നു. സാദിഖൻ ഫി അഖ്വാലിഹി തൻ്റെ വാക്കിലൊക്കെ സത്യസന്ധത പാലിക്കുന്ന ആളുമായിരുന്നു ഗാന്ധിജി. ആശ ഫഖീറൻ ദരിദ്രനായിട്ടാണ് ജീവിച്ചത്. ദാൽ ഹിന്ദൂസ വൽ മുസ്ലിമീന ഇലൽ മഹബ്ബത്തി വ ഇലൽ വുദ്ദി സ്നേഹവും സഹകരണവും അതുപോലെ തന്നെ പരസ്പര
ഐക്യത്തിലേക്കും ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഒക്കെ അദ്ദേഹം ക്ഷണിച്ചു. ഇങ്ങനെ ഗാന്ധിജിയെക്കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് തയ്യാറാക്കി അധ്യാപകർക്ക് അയച്ചു കൊടുക്കുക. ഈ വിഷയത്തിൽ അധ്യാപകർ നിങ്ങളെ സഹായിക്കും. ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.